നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ബജറ്റായിരിക്കും. ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മൾ ബജറ്റിനെ കാണുന്നത്. ഇപ്പോൾ 2000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഇനി 3000 രൂപയാകും. എന്നു മുതലായിരിക്കും ഈ ഒരു പെൻഷൻ വർധനവ് ഉണ്ടായിരിക്കുക? നാളത്തെ ബജറ്റിൽ ഇതിനെക്കുറിച്ച് പറയുമോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇപ്പോൾ മാസം 2000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ പുതിയ സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ 3000 രൂപയാക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. സർക്കാരിൻ്റെ 5 ഇന്ദിരാ ഗ്യാരണ്ടിയിൽപ്പെട്ടൊരു കാര്യമായിരുന്നു പെൻഷൻ വർധനവ് എന്നുള്ളത്. അതിൽ KSRTC ബസ്സുകൾ, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം അതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കി തുടങ്ങി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 3000 രൂപ പെൻഷൻ എന്നുള്ളത്. നാളത്തെ ബജറ്റിൽ ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടാകുമെന്നും ചെറിയ രൂപത്തിലുള്ള വർധനവ് ഉണ്ടാകുമെന്നും തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പുതിയ സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് നാളെ. മുഖ്യമന്ത്രി VD സതീശൻ തന്നെയായിരിക്കും ഈ ബജറ്റ് അവതരിപ്പിക്കുക. നമുക്കറിയാം, ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയാണ് VD സതീശൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയായിരിക്കും കാര്യങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഗ്യാരണ്ടി ആയിരുന്നു കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ എന്നുള്ളതും. ഏതായാലും നാളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിനെല്ലാം ഔദ്യോഗികമായി അറിയിപ്പോൾ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചും ചിലപ്പോൾ ബജറ്റിൽ അവതരണം ഉണ്ടായിരിക്കും. എന്തെല്ലാം രേഖകളിലാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാരണം കൊണ്ടാണ് ഇനി പെൻഷൻ വർധന ഉണ്ടായിരിക്കുക എന്നതെല്ലാം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം ഇപ്പോഴും പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫോട്ടോ, പ്രായം തെളിയിക്കുന്ന രേഖ, അതുപോലെ തന്നെ വയസ്സ് തെളിയിക്കുന്ന രേഖ, അഡ്രസ്സ് തെളിയിക്കുന്ന രേഖ, അതുപോലെ ആധാർ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ മുതലായ രേഖയുമായി നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അവർ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത്. എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായും വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. ഇതുവരെ ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾ മാത്രമാണ് ഇപ്പോൾ നൽകേണ്ടത്. അല്ലാത്ത ആളുകൾ നൽകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട സത്യവും നൽകാത്ത ആളുകളുണ്ടെങ്കിൽ അവരും കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമായിരിക്കും സർക്കാർ വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.